ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം ദിവസത്തെ വീഡിയോ ആണ് ഇട്ടത്. ഓണം വ്ളോഗ് എന്ന് അങ്ങനെ പറയാനൊന്നും പറ്റില്ല, അങ്ങനെ ഫുള്ളായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ പറ്റണ പോലെയൊക്കെ വീഡിയോ എടുത്ത് ഒക്കെ ഒന്ന് വാരിക്കൂട്ടി വന്നിരിക്കുകയാണ് വീഡിയോ കൊണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം കേട്ടോ. കഴിയണ പോലെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ കുളിച്ചിട്ട് അടുക്കളയ്ക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തലേദിവസം രാത്രി തന്നെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിക്കുള്ളത് മാത്രമാണ് അരിയാത്തുള്ളൂ, ബാക്കിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തിലാക്കി അരിഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഈച്ച വന്ന് കുളി കഴിഞ്ഞ് വന്നിട്ട് എല്ലാം അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോഴാണ് ഇപ്പോൾ ഓരോന്ന് എന്തിനുള്ളതെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് കേട്ടോ. ഓരോന്നും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ വിഭവത്തിനുള്ളതും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. ചിലതൊന്നും പക്ഷെ നമ്മൾ വെക്കുമ്പോൾ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്തിനാന്നൊക്കെ. അപ്പോൾ ഉപ്പേരിക്കുള്ള കാബേജൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിതാ തേങ്ങയൊക്കെ പൊളിച്ച് ചിരവാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ പായസം പാലടയാണ് വെക്കണം. അപ്പം അതിന് പാലൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിയൽ, എരിശ്ശേരി, കൂട്ടുകറി അതിനൊക്കെയുള്ള തേങ്ങയാണ് വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ കടലപ്പരിപ്പൊക്കെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കൂട്ടുകറിക്കുള്ള മസാലക്കറിക്കുള്ള പട്ടാണിക്കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചോറിന് വെള്ളം ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതാ ഓരോന്നിനും വേറെ വേറെ പാത്രത്തിൽ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി ഓരോന്ന് അടുപ്പത്ത് വയ്ക്കുമ്പോൾ മാത്രമേ അരയ്ക്കുള്ളൂ. പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചായക്കുന്ന് എന്തെങ്കിലും ഇത് ഓണപ്പരിപാടിക്കൊക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്യുക, ഇത്തിരി ഉപ്പ് ആദ്യം എടുത്ത് വയ്ക്കും കേട്ടോ. കാരണം ഓരോന്നുണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പാത്രം തുറന്ന് ഉപ്പ് എടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഉപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവിയലിനുള്ള തേങ്ങയൊക്കെ ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിയൽ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിൽ ആവി കൊള്ളിക്കുകയാണ്. അങ്ങനെ അധികം വെള്ളമൊന്നും ഇല്ലാതെ അങ്ങനെ കിടന്നങ്ങനെ വേവണം. ഉപ്പ് ഇത് ഇപ്പം തന്നെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കണം ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ സ്പെഷ്യലായിട്ടൊരു സാധനം ഉള്ളത് പറഞ്ഞാൽ പൈനാപ്പിൾ പച്ചടിയാണേ. അപ്പോൾ അതാ പൈനാപ്പിൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലിതാ ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയ തീയിൽ അങ്ങനെ വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് പൈനാപ്പിൾ പച്ചടിക്ക് തേങ്ങ അരയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങേൻ്റെ കൂടെ ഒരു 2 മണി കടുകും ഇടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവിയൽ ഇതാ തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ തൈര് ഒഴിക്കേ വേണ്ടുള്ളൂ കേട്ടോ. സദ്യ ഉണ്ടാക്കാനൊക്കെ എന്നെക്കാളിലും മിടുക്കനാണ് എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഒപ്പം വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. എല്ലാ സാധനങ്ങളും ഒരുക്കി കൊടുക്കലും ഒക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്തിങ്ങനെ നിൽക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അവിയലിനിതാ തൈരൊഴിച്ച് ഉപ്പിട്ട് തേങ്ങയൊക്കെ ഇട്ടൊക്കെ മിക്സാക്കിയ ശേഷം ഒന്നും കൂടി ആവി കൊള്ളിച്ചിട്ട് പിന്നെ നമ്മൾ തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോടെ കഴിഞ്ഞു നമ്മുടെ അവിയലിൻ്റെ പണി. അപ്പോഴേക്കും ഇതാ പൈനാപ്പിൾ പച്ചടി റെഡിയായി. അതിൽ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് തൈരും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂവിടാൻ പോയിട്ടുണ്ട് മുറ്റത്തേക്ക്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ.
അതിൽ മത്തനും ചേനയും വെള്ളരിക്കയും എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ട് 2 ദിവസമൊക്കെ ആയില്ല അപ്പോൾ അത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ആ മക്കളതാണ്ട് സൂപ്പറായി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടാളും കൂടെ. അപ്പോൾ അവർ പുതിയ ഡ്രസ്സൊക്കെ മാറ്റാൻ പോയിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എരിശ്ശേരിക്കുള്ള തേങ്ങ വറുക്കുകയാണേ. അപ്പോൾ അടുത്ത അടുപ്പിൽ ഇതാ കൂട്ടുകറിക്കുള്ളതും വെച്ചിട്ടുണ്ട്. അമ്മുദാ പുതിയ ലുക്കിൽ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പട്ടുപാവാടയൊക്കെ ഇട്ട് പുതിയ വളയും മാലയും ഒക്കെ ഇട്ട് ഇത് സുന്ദരിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മോനോട് പറയണ്ട നീങ്ങല്ലേ ഞാനുണ്ട് അവിടെ അലമാരയിൽ ഞാൻ വീഡിയോ എടുക്കണ കാണുന്നുണ്ട്. ഇതാണ് അനുവിൻ്റെ ഓണക്കോടി കേട്ടോ. അപ്പോൾ അതാ അടുക്കളയ്ക്ക് പിന്നെയും വന്ന് ഞാൻ അങ്ങനെ റൗണ്ട് അടിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കൂട്ടുകറിയിൽ നമ്മൾ പട്ടാണിക്കടല ഇടുന്നുണ്ട്. അപ്പോൾ ഇത് അരിശ്ശേരി വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ തേങ്ങ വറുത്തത് ഇടുന്നുണ്ട്. കുറച്ച് തേങ്ങ വറുത്തത് അരച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒക്കെ മൂപ്പരുണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് ഇതൊന്നും അറിയില്ലേന്ന്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കും, പക്ഷേ സദ്യക്ക് ഉണ്ടാക്കാൻ മൂപ്പര് തന്നെയാണ് ബെസ്റ്റ്. ഇതാണ് നമ്മുടെ കാളൻ കുറുക്കിയത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് തുടക്കമൊന്നും എടുക്കാൻ പറ്റിയില്ല. മത്തനും ചേനയും കായും ചേനയും കൂടി വേവിച്ചിട്ട് അതിലേക്ക് ഇത് തേങ്ങയും തൈരൊക്കെ ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് കാള ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആയി, കൂട്ടാനുമായി, സാമ്പാറായി, രസമായി, പപ്പടമായി, ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഉപ്പേരിയായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് പായസം വയ്ക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവിയൽ, പൈനാപ്പിൾ പച്ചടി, നമ്മുടെ എരിശ്ശേരി, ഇതൊക്കെയാണ് കേട്ടോ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം. ശർക്കരയൊക്കെ ഇട്ടതല്ലേ, നല്ല രസമാണ്, അവർക്ക് ഇഷ്ടമാണത്. ഉപ്പേരി ഉണ്ട്. സാമ്പാർ ഇനി കഴിക്കാതെ ചൂടാറിയപ്പോഴേക്ക് ഇത്തിരി ഇതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അടിപൊളി മസാലക്കറി ഉണ്ട്. പിന്നെ കാളൻ, പുളിയിഞ്ചി, അച്ചാറ്, അത്യാവശ്യം വേണ്ട എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും കൂടി ചേർന്നിട്ടാട്ടോ. ഇതാ രസമുണ്ട്. അപ്പോൾ പ്രാവശ്യം അവർ നിലത്തിരിക്കുന്നില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ മേശപ്പുറത്ത് തന്നെ കൊടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഓണം വ്ളോഗ്.